മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിഞ്ഞ 5 വർഷത്തിനിടെ 123 കോടിയുടെ സ്വർണവും 123 കോടി രൂപയുടെ ഹവാലയും മലപ്പുറത്ത് നിന്ന് പോലീസ് പിടികൂടി. കടത്തിയ സ്വർണവും ഹവാലയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറയുന്നത് ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ. മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി ചേരുന്നു. അസ്ലം, മുഖ്യമന്ത്രിയുടെ ഏറ്റവും അവസാനത്തെ വാർത്താ സമ്മേളനത്തിൽ മലപ്പുറത്തെ സ്വർണ്ണക്കടത്തിന്റെ കണക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ കടത്ത് നടക്കുന്നത് അവിടെയാണെന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനാണ് സ്വർണ്ണക്കടത്ത് എന്ന് മുഖ്യമന്ത്രി ആദ്യമായാണ് പറയുന്നത്. എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? ഹിന്ദുവിന് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ ഈ സർക്കാരിന് RSSുമായി ഒരു സോഫ്റ്റ്നെസ് ആണെന്നുള്ളൊരു പ്രചരണമുണ്ടല്ലോ എന്ന കാര്യം MR അജിത്കുമാറിന്റെ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിലാണ് ചോദിക്കുന്നത്. അതിന് ആദ്യം നൽകുന്ന മറുപടി എന്ന് പറയുന്നത് UDF പൊളിറ്റിക്കലി മുസ്ലിം വോട്ട് നേടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് LDFിനെതിരെ സർക്കാരിനെതിരെ ഇത്തരം ആരോപണം ഉന്നയിക്കുന്ന ഒരു ഭാഗം പറയുന്നു. രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്ന കാര്യമാണ് മുസ്ലിം തീവ്രവാദ സംഘങ്ങൾക്കെതിരെ സർക്കാർ നടപടികളെടുക്കുമ്പോൾ ആണ് അവർ സർക്കാർ മുസ്ലിം വിരുദ്ധരാണെന്ന രീതിയിലേക്കുള്ള ഒരു പ്രചരണം കൊണ്ടുവരുന്നത്. അതിന് ഉദാഹരണം എന്ന നിലയിലാണ് അദ്ദേഹം പറയുന്നത് മലപ്പുറത്ത് നിന്ന് കഴിഞ്ഞ 5 വർഷങ്ങളായി 150 കിലോ സ്വർണവും 123 കോടി രൂപയുടെ ഹവാലയും പിടികൂടി. ഈ ഒരു മണി കേരളത്തിലേക്ക് വരുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ്. ഇത്തരത്തിലുള്ള ആരോപണം വരുന്നത് സർക്കാരിൻ്റെ ഇത്തരം ആരോപണം വരുന്നത് ഈ നടപടിയെടുക്കുന്നതിൻ്റെ പേരിലാണെന്നുള്ളത്. അതായത് മലപ്പുറത്ത് പിടിക്കപ്പെടുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്ന സ്വർണവും അല്ലെങ്കിൽ ഹവാലയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് എന്ന് ആദ്യമായിട്ട് മുഖ്യമന്ത്രി പറയുകയാണ്. മാത്രമല്ല ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി കൊണ്ടുവരുന്ന പണം പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരിനെതിരെ ഇത്തരം മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങൾ നടക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. ഇത് വലിയ തോതിൽ പ്രത്യാഘാതം അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതുവരെയും പറയാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ട് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ ഈ ഒരു പരാമർശത്തിൻ്റെ ഭാഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ ക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുമ്പോൾ മുസ്ലിം തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഹവാല കടത്തും സ്വർണ്ണക്കടത്തും ഉണ്ടാകുന്നതെന്ന് പറയുന്നു. അത് പ്രയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണെന്ന് കൂടി കൃത്യമായി പറയുന്നുണ്ട്. അത്തരമൊരു നടപടികൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് സർക്കാരിനെതിരെ ഈ മുസ്ലിം വിരുദ്ധ ചാപ്പ വരുന്നതെന്ന് പറയുന്നുണ്ട്. അൻവറുമായി ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ഈ ഒരു നരേഷൻ കൊണ്ടുവരാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. നേരത്തെ അറിയാം വാർത്താ സമ്മേളനത്തിൽ അൻവറിനെതിരെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും അൻവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വർണ്ണക്കടത്ത് മാഫിയയുടെ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് ഇടപാടുകൾക്ക് വേണ്ടിയാണെന്നുള്ള ഒരു പരോക്ഷമായി സൂചിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചത്. അതിനെ തുടർന്നാണ് ഒരു വളരെ രൂക്ഷമായ പ്രതികരണത്തിലേക്ക് അൻവർ പോവുകയും ചെയ്തു. ഇന്നലെ നടത്തിയ പൊതുയോഗത്തിലൊക്കെ തന്നെയും കൃത്യമായി തന്നെ താൻ ഉന്നയിച്ച ആരോപണത്തിന് തന്നെ കള്ളനാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് PV അൻവർ വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മലപ്പുറത്ത് വരുന്ന സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ സ്വർണ്ണം എന്ന് പറയുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ്. അത് മുസ്ലിം തീവ്രവാദ സംഘങ്ങളുടെ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി വിലയിരുത്തുന്നത്. അസ്ലം, ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യവും ഈ അഭിമുഖത്തിൽ പറയുന്ന കാര്യം തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? നേരത്തെ പറഞ്ഞത് PV അൻവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, അതായത് ഈ ഒരു സ്വർണ്ണക്കടത്ത് സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ പോലീസിനെതിരെ ഉന്നയിക്കുന്നത് സ്വർണ്ണക്കടത്ത് ഇടപാടുകാർ ആരാണ് അതിന് പിന്നിലെന്ന സൂചനയിലാണ് അദ്ദേഹം നൽകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് സ്വർണ്ണക്കടത്ത് ഇടപാടുകാർ എന്നതിനപ്പുറത്തേക്ക് മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ ഭാഗം അവരുടെ പ്രവർത്തനങ്ങൾക്കായാണ് ഇത് കൊണ്ടുവരുന്നുള്ള സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. ആ സെന്റൻസ് വേണമെങ്കിൽ നമുക്ക് വായിക്കാം. Whenever government acts against Muslim extremist elements, these forces try to project that we are acting against Muslim. For example, 150 kilogram gold and hawala money of worth rupees 120 crore were seized by the state police in the last 5 years from the Malappuram district. This money is entering Kerala for anti-state and anti-national activities. The allegations that you are referring, അതായത് സർക്കാർ മുസ്ലിം വിരുദ്ധമാണ് അല്ലെങ്കിൽ RSസുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള ആരോപണം പറഞ്ഞത്, the allegation that you are referring to are a reaction to such action by government. അതായത് ഈ ഒരു തീവ്രവാദ പ്രവർത്തനത്തിനും മറ്റുമൊക്കെ കൊണ്ടുവരുന്ന സ്വർണം പിടിക്കുന്നതിൻ്റെ ഭാഗമായി മുസ്ലിം തീവ്രവാദ സംഘങ്ങൾ ഉയർത്തുന്ന ആരോപണമാണെന്ന് പറയുന്നത്. നേരത്തെ ഒരു സ്വർണ്ണക്കടത്തുകാരുടെ ഒരു ആളായി PV അൻവർ ഉന്നയിക്കുന്നു എന്ന രീതിയിൽ അവിടെ നിന്നങ്ങോട്ട് മുസ്ലിം തീവ്രവാദ സംഘങ്ങളാണ് ഇത്തരത്തിൽ സ്വർണം കടത്തും മറ്റുമൊക്കെ ഹവാലയും നടത്തുന്നതെന്നും അത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണെന്നും അത്തരം പ്രവർത്തനങ്ങളെ സർക്കാർ പിടിക്കുമ്പോൾ പോലീസ് അതിനെ കർശനമായി നേരിടുമ്പോഴാണ് സർക്കാരിനെതിരായ ഈ ഒരു RSS ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ശരി, മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്. അസ്ലം, ഈ അൻവറിനെ കുറിച്ച് അന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? PV അൻവർ ഇത്തരമൊരു ആരോപണങ്ങൾ എന്തുകൊണ്ട് ഉന്നയിക്കുന്നു എന്ന ചോദ്യത്തിനാണ് അതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ അദ്ദേഹത്തിൻ്റെ മറുപടിയിലാണ് ഈ സ്വർണ്ണക്കടത്ത് ഇടപാടുകാർ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ ഈ ഒരു പോലീസ് ഇത്തരത്തിൽ സ്വർണ്ണം കടത്തിക്കൊണ്ടുവരുന്ന സ്വർണ്ണങ്ങൾ പിടിക്കുമ്പോൾ അത് സ്വർണ്ണക്കടത്ത് ഇടപാടുകാരുടെ അവർക്ക് നഷ്ടമുണ്ടാക്കുകയാണ്.
അത്തരം ഇടപാടുകൾ ഇടപാടുകാർക്ക് പിന്നിൽ അല്ലെങ്കിൽ ഇടപാടുകാർക്ക് നഷ്ടം സംഭവിക്കുമ്പോഴാണ് ഇത്തരം ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പത്രക്കാർ എടുത്തു ചോദിച്ചു, PV അൻവർ ഇപ്പോൾ സ്വർണ്ണക്കടത്ത് ഇടപാടുകാരുടെ ആളാണോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാനായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് ആ കാര്യം എങ്ങനെയും വിശദീകരിക്കാം എന്ന് അദ്ദേഹം പരോക്ഷമായി PV അൻവറിനെ സ്വർണ്ണക്കടത്തുകാരുടെ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായി വിശദീകരിക്കുകയാണ് ചെയ്തത്. ഇതാണ് ഒരു പക്ഷേ PV അൻവർ ഏറ്റവും പ്രകോപിപ്പിച്ചതും. തുടർന്ന് നടത്തിയ വാർത്താ സമ്മേളനങ്ങളിലും പൊതുയോഗത്തിലൊക്കെ തന്നെയും അദ്ദേഹം ഉന്നയിച്ചൊരു കാര്യം, തന്നെ കള്ളനാക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രി നടത്തുന്നു എന്നുള്ള കാര്യം ഉന്നയിച്ചത് അവിടെയാണ്. പക്ഷേ അവിടെ നിന്നൊരു വ്യക്തി ഇതിനപ്പുറത്തേക്ക് മാറി മുസ്ലിം തീവ്രവാദ സംഘങ്ങൾക്ക് ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തിലും മറ്റും പങ്കുണ്ടെന്നും ഇത്തരത്തിൽ കേരളത്തിലേക്ക് കടന്ന സ്വർണ്ണക്കടത്തും ഹവാല പണവും ഉപയോഗിക്കുന്നത് നാഷണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നും അത്തരം പ്രവർത്തനങ്ങൾക്ക് തടയിടുന്ന രീതിയിൽ പോലീസ് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് RSS ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു വരുന്നത് എന്നതുകൂടി പറഞ്ഞു വയ്ക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ.